ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മിക്സിംഗ് തോരനാണ്. കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കുതിർന്നിട്ടുണ്ട്. സവാള ഞാനതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടുന്നത് മുരിങ്ങക്കോലാണ്. ഒരു മുരിങ്ങക്കോലിനെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ രണ്ടായിട്ട് കീറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് വേവണ്ട, തോരനല്ലേ, എങ്കിലും കുറച്ച് സാമാന്യം വേകണം. ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്, അതിങ്ങനെ ഞാൻ നേരെ ഇട്ടതാണേ. ഇത്രയും വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെന്ത് വരട്ടെ. ഗൈസ്, എൻ്റെ പരിപ്പ് കരിഞ്ഞു ഗൈസ്. ഞാൻ അടുപ്പിൽ വെച്ചിട്ട് മുറ്റം തൂക്കാൻ പോയിട്ട് ഒന്ന് വെന്തിരിക്കുമെന്ന് വിചാരിച്ച് പകരം കരിഞ്ഞ് പാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് വെന്തിട്ടുണ്ട്, തോരത്തിനുള്ള വേവിതായിട്ടുണ്ടേ. ഇനി നമുക്കിതിൽ കൂടി തന്നെ സവാളയും മുരിങ്ങക്കോലും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അപ്പോഴേക്കും അത് ശരിയാവും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം വെന്തോ എന്താണെന്ന്. അപ്പോൾ എല്ലാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രം അങ്ങോട്ട് മാറ്റിയിട്ട് കടുക് തളിച്ച് അരപ്പും കൂടെ ആയിട്ട് നമുക്കെടുത്തിടാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് വറ്റൽ മുളക്, കുറച്ച് വേപ്പില, നമുക്കിതിൽ കൂടെ കുറച്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കാവേ, നല്ല ജീരകം. ഇനി നമുക്ക് ഇതിൽ അരപ്പിട്ട് കൊടുക്കാം. ഇതിൽ നല്ല ജീരകവും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങയും ആണ് ഞാനിത് ചതച്ച് വെച്ചിരിക്കുന്നത്. കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചച്ചുവ മാറിയിട്ട് നമുക്ക് ആ സാധനം ഇട്ട് കൊടുക്കുക. അപ്പോൾ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ആ മുരിങ്ങക്കോലൊക്കെ കൂടെ വേവിച്ച് വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ്, മുരിങ്ങക്കോല്, സവാള ഇത്രയും കൂടി ചേർന്നിട്ടുള്ള നല്ല അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാം നല്ല നമ്മളെ നാടൻ ഭക്ഷണങ്ങളാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാൻ പറയുന്ന അതേ രീതിക്ക് തന്നെ ചെയ്താൽ അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, താങ്ക് യു.